പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊരു ന്യൂസ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് SPCയുടെ നോട്ടീസ്. SPC എന്ന് പറയുന്ന ഒരു ജൈവവള കമ്പനിയുടെ കുറേയധികം പ്രൊഡക്റ്റുകളുണ്ട് കൃഷിയെ ആസ്പദമാക്കിയിട്ട്. ഇത് തീർത്തും ജൈവ ഉൽപ്പന്നമായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്തിടെ നമ്മൾ ന്യൂസ് കേൾക്കാനിടയായി 300 കോടിയുടെ തട്ടിപ്പ് നടത്തി അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ MD ആണ് ജയമോഹൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നെ കമ്പനി സീൽ വെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെന്താ സത്യമെന്ന് നമുക്കറിയത്തില്ല. നല്ലതാണെന്നും പറയുന്നുണ്ട്, വളരെ മോശമാണ് ഇത്. ഈ വളം മാലിന്യങ്ങൾ സംസ്കരിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിളകളൊക്കെ നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആലപ്പുഴയിലെ നമ്മുടെ നാട്ടുകാരനായ ദയാൽ സാറാണ് ഇതിൻ്റെ ഒരു അഡ്വൈസർ. സാർ അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ സാറ് ബൂസ്റ്റ് ചെയ്യുന്നുമുണ്ട്. സാറിൻ്റെ ഓരോ വീഡിയോയിലും സാറ് കൃഷിക്ക് ആസ്പദമായ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ് ഓർഗാനിക്കാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് സാറ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം നല്ലതാണോ ചീത്തയാണോ എന്ന്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ ഏജൻസിക്കാർ കമ്പനി നമ്മുടെ ഷോപ്പിൽ പല പ്രാവശ്യമായിട്ട് വന്നെങ്കിലും ഞാൻ ഇതിലായിട്ടും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെ മാർക്കറ്റിൽ നിൽക്കുന്ന ആളാണ്. വേറൊരു ജൈവവള കമ്പനിയുടെ മാർക്കറ്റിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പല സ്ഥലത്ത് ചെന്നപ്പോഴും വളം അത്ര നിലവാരമില്ല, 5 ലക്ഷം രൂപയൊക്കെ എടുത്ത് ഫ്രാഞ്ചൈസി ഇട്ട ആൾക്കാരൊക്കെ അത് വളം അത്ര നല്പില്ല, വെറുതെ വളമൊക്കെ ഇരുന്ന് പോകുന്നു എന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങളിത് എടുക്കാഞ്ഞത്. കോട്ടയം മേഖലയിലാണ്. എന്തായിരുന്നാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആൾക്കാർ കബളിക്കപ്പെടാതെ നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം, അതായത് കൃഷി വകുപ്പിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള പ്രൊഡക്റ്റുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഒരു കമ്പനിയെ അത് കൊള്ളത്തില്ല, മോശമാണ്, അവരുടെ വളം നല്ലതല്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം അത് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ആ വളത്തിൻ്റെ മേന്മ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. ഹോമിയോ രൂപത്തിലുള്ള ഗുളികകളൊക്കെ മണ്ടരിക്കും ഒക്കെയുണ്ട്, അതുപോലെ ചെല്ലിക്കുള്ള മരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കൂടുതൽ പുസ്തകം ഞാൻ ഇതുവരെ ഈ നോട്ടീസൊന്നും വായിച്ചു പോലും നോക്കിയിട്ടില്ല. കാരണം ഇത് ഒരറിയിപ്പും നമുക്ക് കൃഷിഭവനിലൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ കൃഷിഭവനിലെ അംഗീകൃത ജൈവവളങ്ങളുടെ എല്ലാ ലിസ്റ്റും അവർക്കുണ്ട്, അവർ നമ്മളെ അറിയിക്കും. പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടാത്ത കാരണമാണ് ഞാനിവിടെ എടുത്ത് വെക്കാതിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇതിപ്പോൾ വളരെ വാർത്ത മാധ്യമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വല കമ്പനിയെക്കുറിച്ച്. ജനങ്ങളാരും കബളിക്കപ്പെടാതെ നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക. കാരണം നമ്മളെല്ലാം പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അതുമാത്രം ശ്രദ്ധിക്കുക. ഓക്കെ.